ടു ഷോ. താങ്ക് യു. മനീഷ് എത്തിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് എവിടെയാണ് സ്ഥലം? എറണാകുളം ജില്ലയിലെ ആമ്പലൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ബസ് കയറി വന്ന ആളാണ് ഞാൻ. ബസ് കയറി വന്നേക്കുന്നത്? അത് ശരി. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മനീഷ് എന്നുള്ള പേര് ഭയങ്കര യുണീക്കാണ്. കാരണം നമ്മൾ മനീഷ് എന്ന് കേട്ടിട്ടുണ്ട്. മനീഷ് എന്നുള്ള പേരിന് പ്രത്യേകത അല്ല, എനിക്ക് ഈ പേരിട്ടെന്ന് പറഞ്ഞാൽ മനീഷ് ഒന്നും ഏശാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. കഥയുണ്ടോ? മാനിഷാദാന്ന് പറഞ്ഞ പോലെ ഒന്നും ഏശാൻ പാടില്ല. ഞാൻ വരുന്ന സ്ഥലം അത് തന്നെ, ആമ്പല്ലൂര്. പെട്ടെന്ന് ഊരാൻ പറ്റാത്തൊരു നാടാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്ന ഒരു അൽ സൈക്കോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം LDCയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കോച്ചിങ് സെൻറ്ററിൽ ഞാനും മാഷും എൻ്റെ ചങ്കും കൂടെ ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആൻസർ ചെയ്യാൻ നോക്കി. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ആൻസർ ചെയ്താൽ നോക്കി ഒരു ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: മാധവൻകുട്ടിയുടെ അമ്മാവൻ്റെ മോളാണ് ഗൗരി. ഗൗരിയുടെ സഹോദരനായ ബാലചന്ദ്രൻ കെട്ടിയിരിക്കുന്നത് മാധവൻകുട്ടിയുടെ പെങ്ങളായ അമ്മൂനെയാണ്. അപ്പോൾ മാധവൻകുട്ടി ബാലചന്ദ്രൻ്റെ ആരാണ്? സത്യം പറയാൻ ഞാൻ ആരാണെന്ന് എനിക്ക് അങ്ങനെയായിരിക്കും. ഞാൻ വെല്ലുവിളിക്കുവാണ്, ലോകത്തെ ഒരു ആർട്ടിസ്റ്റും മമ്മൂട്ടിയുടെ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടില്ല. പല്ലുപോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പോയതാണോ പരിപാടി കൊണ്ട്, അതോ മമ്മൂട്ടിയോടുള്ള ആരാധന കൊണ്ട് എടുത്തു കളഞ്ഞതാണോ? എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഹാസ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും, ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം പല്ലിന്റെ സംഭവം പറഞ്ഞല്ലോ സാഞ്ചേട്ടൻ, നമ്മുടെ വീടിനടുത്ത് ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകൻ വലുതായി ഗൾഫിൽ പോയി പൈസക്കാരനായിട്ട് കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തപ്പം പുള്ളിക്ക് അതിൻ്റെതായ ഒരു പളപളപ്പ് സമൂഹത്തിൽ പുള്ളി കാണിക്കും. ചെറിയ ജുബൈഡിയിൽ തുടങ്ങി, ആവശ്യമില്ലാതെ മറ്റേ മഫ്ളർ ഇട്ടുകൊണ്ട് നടക്കുക, ഒരു ചാർജ് ചെയ്യുന്ന ടോർച്ച് അന്ന് കാലത്ത് അത് ബാക്കിയുള്ള എല്ലാവരുടെയും ടോർച്ചിനേക്കാളും ദൂരം അടിച്ച് പറപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഇനങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇറങ്ങി. പുള്ളിക്ക് പല്ല് പോയപ്പം സ്വർണ്ണപ്പല്ല് വെച്ച് കൊടുത്തു. ഈ മോൻ രാമകൃഷ്ണൻ എന്നാണ് ഇയാളുടെ പേര്. സ്വർണ്ണപ്പല്ല് മേടിച്ചെടുത്തപ്പോൾ ഈ വാക്കിലെ പല്ല സ്വർണ്ണപ്പല്ല് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെയൊക്കെ കാണുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ പുള്ളി ഇഞ്ച എന്നുള്ള വാക്ക്, ചാ എന്നുള്ള വാക്കൊക്കെ പുള്ളി കയറ്റി വെച്ചു പല വർത്താനങ്ങൾ. അപ്പോൾ കടയിലൊക്കെ വന്ന് സോമ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കുടിച്ചിട്ട് ഇതിലൊരു പച്ച ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചായയിൽ, പച്ച ഇഞ്ചി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി രാമകൃഷ്ണൻ. അപ്പോൾ ഇത് കാണാൻ തുടങ്ങി. ഞാനിത് ഈ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കഥ ധർമ്മജനോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവനാ ഈ കഥ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഏതോ ഒരു TV പരിപാടി പോയിട്ട് ഈ കഥ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇത് പറയുമ്പോൾ ആലോചിച്ചു, ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഞാനുമായിട്ടൊരു വഴക്കുണ്ടാകണ്ടല്ലോ, അയാളുടെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ അവൻ്റെ നാട്ടിലൊരു സുധാകരൻ ചേട്ടനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ കഥ അങ്ങോട്ട് പറഞ്ഞു. കഥ പറഞ്ഞ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനോട് പറയുമ്പോൾ തന്നെ ഇത് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ രാമകൃഷ്ണൻ എന്നുള്ളത് ഉണ്ടാക്കി പേരാ. ഈ ലോകത്ത് ഇത്രയും പേരുണ്ടായിട്ട് അയാളുടെ ഒറിജിനൽ പേര് സുധാകരൻ എന്നാ. ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന മറ്റവൻ്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു, താൻ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ലോകത്ത് ഇത്രയും കോടി പേരുണ്ടായിട്ട് ഇവൻ ഇട്ട പേര് സുധാകരൻ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പേര് മാറ്റിയല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ഒറിജിനൽ പേര് പറഞ്ഞിട്ട്. ഈ സുധാകരൻ എന്ന് പറഞ്ഞപ്പോഴാട്ടോ, ഈ സുധാകരൻ്റെ മോളെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. പൊന്നടാവേ, ആ പുള്ളിക്കൊരു മോളുണ്ട്. നീ എനിക്ക് കഥ പറയാൻ വേണ്ടി ഇല്ലാത്തത് പറയരുത്. നിന്റെ കഥ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞോ. ഇനിയുള്ള ഏത് പേര് പറഞ്ഞാലും നാട്ടിലെ ശരിക്കുള്ള കഥാപാത്രമായി പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സുഗുണൻ ഉണ്ടാവില്ല. ആ സുഗുണൻ ചേട്ടൻ്റെ മോളെയാണ് എനിക്ക് ഭയങ്കരമായിട്ട്. സാജൻ ചേട്ടൻ്റെ അച്ഛൻ്റെ പേരാ സുഗുണൻ. എന്നോട് ക്ഷമിക്കും, അളിയാന്ന് വിളിച്ചിട്ടില്ല ഞാൻ. ഇല്ലേ? ശരിയല്ലേ? അല്ല കുഴപ്പമില്ല, അച്ഛനില്ല ഇപ്പോൾ. അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നിനക്ക് ജാമ്യം എടുക്കും. അപ്പോൾ ഈ സുഗുണൻ ചേട്ടൻ്റെ മോള്, അവളുടെ പേര് സൗമ്യ എന്നാണ്. പ്രേമിക്കാൻ പറ്റിയ പേരാണ്. എടാ അതെന്റെ ഭാര്യയുടെ പേരാടാ. നിനക്കൊരു കഥാപാത്രത്തിന് ലോകത്തിന്റെ അകത്ത് 4 പേരിട്ടുണ്ട് വന്നോടെ. ഒരു കാര്യം ചെയ്യാം, നിന്റെ ഭാര്യയുടെ പേരെന്താ? സുമ. അപ്പൊ ആ ഫീല് വരില്ല നീ. അല്ല അങ്ങനെയല്ല, സോറി, ശുഭ എന്നാ വേണ്ട, ശുഭ ഇരിക്കട്ടെ. അപ്പൊ ശുഭയോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു. ശുഭ എന്ന് ഇച്ചിരി പതുക്കെ പറഞ്ഞോ, കൊറോണ കാലമാണ്, അത് ഇവിടം വരെ വരുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് എന്തിൻ്റെ കുറവാണ്, എനിക്ക് എന്ത് കുഴപ്പമില്ല, നിനക്ക് പ്രേമിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറയാം, മനുഷ്യ നിൻ്റെ മുടി കൊള്ളാം, നിൻ്റെ മൂക്ക് കൊള്ളാം, നിൻ്റെ ചുണ്ട് കൊള്ളാം, നിൻ്റെ വാ കൊള്ളാം, നിൻ്റെ തലമുടി കൊള്ളാം, മൊത്തത്തിൽ ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, ടോട്ടാലിറ്റി പോരടാ, മോശമാണ്. എനിക്ക് വലിയ സങ്കടവും തോന്നിയില്ല. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന എൻ്റെ പരിപാടി ഇതാ, നേരെ ഫേസ്ബുക്കിൽ കയറി റിവ്യൂ അങ്ങ് എഴുതും. ഛായാഗ്രഹണം കൊള്ളാം, ക്യാമറ കൊള്ളാം, സ്ക്രീൻ പ്ലേ കൊള്ളാം, പാട്ട് കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളാം,
പടം മൊത്തത്തിൽ ഒരുമാതിരി. അതുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അവൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൈറ്റായിട്ട് പതറിപ്പോയി. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞില്ല, കാരണം വെച്ചാൽ സുപ്രസിദ്ധ ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ബഹദൂർ സാർ പറഞ്ഞ ബാബു മോനെ കോമാളി കരയരുത്. അങ്ങനെ ഞാൻ കരഞ്ഞൊന്നുമില്ല, അവളുടെ മുമ്പിൽ വെച്ച് കരഞ്ഞില്ല, വീട്ടിൽ പോയി അലച്ച് കെട്ടിക്കിറന്ന് തനത്താനിടിച്ച് കരഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി ഈ പെമ്പിള്ളേരെ വീഴ്ത്താനായിട്ട് പിഷാരടീനെയും എന്നെയും പോലെ പൊക്കോ കളറോ ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നന്നായിട്ട് ചിരിപ്പിക്കാൻ പറ്റണം. അത്യാവശ്യം പാട്ട് പാടാനൊക്കെ അറിയെങ്കിൽ ഏത് കോന്തനും വീഴും. അത് രണ്ടും നിങ്ങൾക്കില്ല. പാട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്ന പരിപാടിയുള്ളൂ. അതുകൊണ്ട് 90% ആൾക്കാരും സംഗീതം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാനും എത്തി. എവിടെയാന്ന് പറയാമോ? എവിടെയാ? കുളിമുറിയിൽ, കുളക്കടവിൽ. ഈ പിഷാരടി ഉള്ളപ്പോഴത്തേക്കും കൗണ്ടർ പറയാനായിട്ട് പറ്റില്ല, എല്ലാം പുള്ളി തന്നെ പറയുവാണ്. അവിടെ തന്നെ. അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഞാൻ നേരെ കക്കൂസി കയറി, താളത്തിന് കയറിയതാണ്. അവിടെ ഇരുന്ന് പുള്ളി പ്രാക്ടീസ് ചെയ്ത പാട്ടാണ് വെയിൽ ചില്ല പൂക്കും നാളിൽ വിഷു പക്ഷി വന്നേ. അത് ശരിയാ. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് പാട്ടുണ്ട്, സുഖമോദേ, ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി രണ്ടുപേരും. നിങ്ങൾ രണ്ടാളും ഈ മൂത്രപ്പുരയെന്നും കക്കൂസിയെന്നും പുറത്തേക്ക് ഇറങ്ങുക. കാര്യം തന്നാ നമുക്ക് അതിനകത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല. പിന്നെ ജീവിതത്തിൽ നമ്മളെല്ലാം ഭയങ്കര പ്രഷറുള്ള ആൾക്കാരല്ലേ. അത് വേറെ എവിടെ പോയാലും വേറെ ആൾക്കാരായിരിക്കും നമുക്ക് മേളിൽ പ്രഷർ ഇടുന്നത്. ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മളാണ് നമുക്ക് മേലെ പ്രഷർ ഇടുന്നത്. അപ്പം തന്നെ റിസൾട്ടും വരും, അപ്പം തന്നെ സന്തോഷവും വരും. നിനക്ക് സത്യത്തിൽ ബാങ്കിൽ തന്നെയാണോ ജോലി?